ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി എത്തിയിരിക്കുകയാണ്. കന്യാകുമാരിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് ആദ്യം തന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. മോനെ സാധനമായിട്ടും അഡ്വഞ്ചറായിട്ടൊക്കെ ഫീൽ ചെയ്യും. കുറച്ച് ആൾക്കാരൊക്കെ ഒന്നും അറിയാത്ത പോലെ കൂളായിട്ട് നടന്നു പോന്നു. സഫിമോളും മിന്നാമോളും പിച്ച വെച്ച് അതിലേക്കൂടെ നടന്ന് നീങ്ങി. നല്ല രസമാണ് അതിലേക്കൂടെ കാണാൻ. ഗ്ലാസ് ബ്രിഡ്ജിയുടെ താഴെ നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഗ്ലാസ് ബ്രിഡ്ജ് താഴെ കൊക്കയാണ്. ഇത് കടലിൻ്റെ മണ്ടയ്ക്കുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജ്, ഒരു വെറൈറ്റി സംഭവമാണ്. പോകാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ നല്ല ടൈം എടുക്കും. അത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട്. ആ ക്യൂ നിന്ന് നമ്മൾ ഫെറി കയറി വന്നില്ലേ, അതിന് ഒത്തിരി ടൈം എടുത്തായിരുന്നു. അതിനുശേഷം നേരെ നമ്മൾ വിവേകാനന്ദപ്പാറയ്ക്ക് അകത്തേക്ക് കയറി. അകത്തൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. പുറത്ത് നല്ല ചൂടും അകത്ത് നല്ല തണുപ്പും. പുറത്ത് ചൂടെന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഒരു ചെറിയ വെയിൽ, ഇളം വെയിലാണ്. അസ്തമയം അടുത്ത് വരുന്നു, അതിൻ്റെ ഒരു വെയിലിൻ്റെ ചൂടും ഒക്കെയാണ്. അങ്ങനെ നല്ല തിരക്കാണ്, നല്ല കാറ്റുമാണ്. അവിടെ നിന്ന് നിൽക്കാൻ പറ്റുന്നത് അമ്മാതിരി കാറ്റാണ്. നമുക്ക് ഫോണൊക്കെ പിടിക്കുമ്പോൾ തന്നെ പേടിയാണ്. കയ്യിൽ നിന്ന് ഇപ്പം താഴെ പോകുന്നത് പേടിച്ചിട്ടാണ് നമ്മൾ ഫോൺ പിടിച്ചിരിക്കുന്നത്. എന്നാലും നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ആ ഭംഗി ആസ്വദിച്ച് നിൽക്കണം അവിടെ കുറച്ച്. നല്ല രസമാണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് അവർക്ക് മതിയല്ല, വീണ്ടും സവിമോളും പിന്നാമോളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണ്. പൊട്ടത്തില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്, അത് പൊട്ടത്തില്ലെന്നുള്ള വിശ്വാസത്തിലാണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് അതിൽ കൂടെ കയറ്റി പോകുന്നത്. തീർച്ചയായിട്ടും ഓക്കെ. അങ്ങനെ ഞാനും ഒന്ന് കയറി നടന്ന് എൻജോയ് ചെയ്തു. അവിടെ നിന്ന് നോക്കണം, നല്ല രസമാണ്. 4 സൈഡിലും കാണാൻ ഭയങ്കര ഭംഗിയാണ്. അവിടെ വിവേകാനന്ദൻ വിവേകാനന്ദൻ ഒരു വലിയ പാറ, ഹെവി സാധനമാണ്, ഭയങ്കര ഹൈറ്റാണ് അതിന്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടി ഇപ്പോൾ സന്ധ്യയായി. നല്ല ഭംഗി. അപ്പോഴാണ് ആ കറക്റ്റ് പ്രകൃതിയുടെ ഒരു ഭംഗി നമുക്കവിടെ കിട്ടുന്നത്. നല്ലൊരു അത് ഫോട്ടോ ഫ്രെയിം പോലെ ഇരിക്കും. അങ്ങനെ നമ്മൾ ബോട്ടിൽ ജാക്കറ്റൊക്കെ കയറി നീണ്ടൊരു ക്യൂവിന് ശേഷം തിരിച്ചു പോകാൻ വേണ്ടി പോവുകയായിരുന്നു. തിരിച്ച് ഞങ്ങൾ നേരെ ഇപ്പുറത്തെത്തിയിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. അവിടെ ഇഷ്ടംപോലെ നല്ല ചെറിയ ഷോപ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ സാധനം മേടിക്കാൻ പറ്റും. അന്നാണ് നമ്മുടെ മെയിൻ സാധനം ഫുഡ്. നല്ല ഫിഷ് വറുത്ത് അവിടെ കിട്ടും. കടലിൽ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവരാനാണ് പറയുന്നത്, എവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയില്ല. എങ്കിലും ഒരുപാട് മീനുണ്ടായിരുന്നു. അതും കൂട്ടി ഞങ്ങൾ ഫുഡും കഴിച്ച് ഞങ്ങളും കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോൾ ഒരു ആനക്കുട്ടിയുടെ ഒരു പ്രതിമ കണ്ട് മിന്നാമോക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളും കൂടെ കയറി ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോയിരുന്നു.